എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശങ്കറിൻ്റെ സംവിധാനത്തിൽ വന്ന ഇന്ത്യൻ ടു സീറോ ടോളറൻസ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ചെറുപ്പക്കാർ ബാർക്കിംഗ് ഡോഗ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ യൂട്യൂബ് ചാനലിൽ അതായത് സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും പല അഴിമതികളും ഇതൊക്കെ ഒരു കാർട്ടൂൺ രൂപത്തിൽ ഇതിൽ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഇങ്ങനെ പോകുന്നു. ആ സംഭവം എന്താകുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ബാക്ക് ഫയർ ആകുന്നു. അങ്ങനെ ചില വീഡിയോകൾ ഇടുന്ന സമയത്ത് അത് ഇവർക്ക് ബാക്ക് ഫയർ ആകുന്നു. അങ്ങനെ അത് ഇവർക്ക് ബാക്ക് ഫയർ ആകുമ്പോൾ ഇവർ തന്നെ ഇതിൽ വന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ പറയുകയാണ്, അയ്യോ ഇതൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ലാണ്ട് പോയല്ലോ എന്ന് പറയുമ്പം അപ്പം നമ്മുടെ സിദ്ധാർത്ഥ് പറയും, ഇതിനൊക്കെ ഒരാളുണ്ട്, അയാൾ വന്നു കഴിഞ്ഞാൽ ശരിയാകും, അതാണ് നമ്മുടെ ഇന്ത്യൻ താത്ത. അങ്ങനെ ഇവർ ഒരു ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയ ഹാഷ്ടാഗ് ഉണ്ടാക്കുകയാണ്. അതായത് കം ബാക്ക് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് ആ സോഷ്യൽ മീഡിയയിലുള്ള ആ ഹാഷ്ടാഗ് വളരെയധികം വൈറലാവുകയും അങ്ങനെ വന്നിട്ട് എവിടെയോ തായ്ലാൻഡിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ കാണുകയും അവിടുന്ന് പറയുകയാണ്, എന്നെ പോലെ ഇന്ത്യൻ താത്താനെ ഞാൻ കണ്ടു, അയാളാണെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് പോയി എങ്ങനെ മീറ്റ് ചെയ്ത് സംസാരിക്കുകയും ഞാൻ ഇന്ത്യയിലേക്ക് വരാനുള്ള സമയമായെന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് വരികയും എന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ലഞ്ചം അഴിമതി ഊഴൽ ഇതൊക്കെ ശരിയാക്കിയോ ഇല്ലയോ എന്നതാണ് കഥ. സ്റ്റാർട്ടിങ്ങിലെ കഥ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനിയും അങ്ങോട്ട് പ്രതീക്ഷിക്കൊന്നും വേണ്ട, കഥയൊന്നും തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഇത്രയും കേട്ടതിന് ശേഷം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോയി സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ലേ, അതിപ്പോൾ തന്നെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ശങ്കറിൻ്റെ സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശങ്കറിൻ്റെ സിനിമയിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടാവും, ഒരു സോഷ്യൽ മെസ്സേജ് എന്ന് പറയാം, അത് നമുക്ക് നന്നായിട്ട് കിട്ടും. എക്സാമ്പിൾ നമ്മുടെ മുതൽവൻ, ഇന്ത്യൻ 1 ഇങ്ങനത്തെയൊക്കെ സിനിമ പോലെ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ്. അതും പിന്നെ കമലഹാസനും കൂടെ ആയതുകൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ പോയി നമ്മളെ അനിരുദ്ധ് പണ്ട് പാട്ടിട്ടുള്ള താത്ത വർറാറ് വെച്ച് ചെയ്യ പോറാറെന്ന് പറഞ്ഞ കഥയായിപ്പോയി. ബ്രഹ്മാണ്ഡൻ എന്നൊന്നും പറയാനൊന്നുമില്ല. ശങ്കർ അതായത് വന്നിട്ട് ആ ഇന്ത്യൻ 1 നിന്ന് ഏകദേശം ഒരു 5 വർഷത്തിനുള്ളിൽ എടുത്തിരുന്നെങ്കിൽ ഇത് ഓക്കെ. അല്ലാണ്ട് ഈ 10-20 വർഷത്തിന് ശേഷം എടുക്കുമ്പം അതിനുള്ള അപ്ഗ്രേഡൊന്നും അത് ചെയ്തിട്ടില്ല. ആ പഴയ ഇതിൽ തന്നെയുള്ള ഇപ്പം മാക്സിമം ക്യാഷൊക്കെ വന്നിട്ട് നമ്മൾ മാറ്റുന്നതൊക്കെ ഓൺലൈനിൽ കൂടെയാണ്. ഇതിപ്പോഴും പഴയ എന്താ പറയുക, കൈക്കൂലി കാശ്, മറ്റേ നിഫോത്തിൽ കൈ മുക്കിയിട്ട് കറൻസി കൈക്കൂലി പിടിക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അതൊക്കെ വളരെ പഴഞ്ചൻ പരിപാടിയാണ്. ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അതേപോലെ കുറച്ച് രാഷ്ട്രീയം കലർത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയാമ്മ കൊടുത്ത ഫാൻ മിക്സി ഇതൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ കലഞ്ഞറയ്യ കൊടുത്ത കളർ TV കാണിക്കുന്നില്ല. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഒരു പക്ഷമായിട്ടുള്ള രാഷ്ട്രീയം ശരിക്കും ശങ്കറിൻ്റെ പടത്തിൽ അങ്ങനെ രാഷ്ട്രീയം കാണിക്കാറില്ലാത്തതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരെയും പൊതുവായി കാണിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. അതേപോലെ ഒന്നും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പ്രശ്നമൊന്നുമില്ല, ഒക്കെ നോർത്ത് ഇന്ത്യയിലാണ് വില്ലന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലുള്ള വില്ലന്മാരൊക്കെ ഭയങ്കര വില്ലന്മാരാണ്. ഇവന്മാരാണ് എല്ലാ അഴിമതിയുടെയും കാരണം. മനസ്സിലായിട്ടുണ്ടാവും ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അല്ലേ. നമ്മുടെ മല്യാസ് അങ്ങനെയുള്ള ടീമുകളാണ്, അതായത് കോർപ്പറേറ്റ് കമ്പനിക്കാരെ, അവരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അനിരുദ്ധിൻ്റെ മ്യൂസിക് പോരാ, ആ ഇന്ത്യൻ 1 വന്ന AR റഹ്മാൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുമ്പം നമുക്ക് ഒരു ചെറിയൊരു പഴയ ഫീലിംഗ് ഒക്കെ കിട്ടും. അത് എന്തായാലും കളിക്കായിരുന്നു. പിന്നെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, മറ്റേ ഇന്ത്യൻ 1 സെന്തിൽ കൗണ്ടമണിയുടെ കോമഡി നല്ല വർക്കൗട്ടായിരുന്നു. പക്ഷേ ഇതിൽ കോമഡി എന്ന് പറഞ്ഞിട്ടില്ല. വിവേകിൻ്റെ കുറച്ച് സീനുകൾ കാണിക്കുന്നുണ്ട്. വിവേകിൻ്റെ ഒരു കോമഡി എന്ന് പറയുന്നത് ആ ഒരൊറ്റ സീൻ മാത്രമേ ഉള്ളൂ. ഇത് വർമ്മ ഡ്രസ്സാണെന്ന് പറയുന്ന ഒരു സീന്, അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ കുറേ കഥാപാത്രങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ S.J. സൂര്യനൊക്കെ കാണിക്കുന്നുണ്ട്. S.J. സൂര്യനെ കാണിക്കുമ്പോൾ തിയേറ്ററിൽ ഭയങ്കര കയ്യടിയായിരുന്നു. പക്ഷേ ഞാൻ കരുതി S.J. സൂര്യ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ കാണാനില്ലായിരുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്താ പറയുക, ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും, വാ നമുക്ക് തേർഡ് പാർട്ട് കാണാം. ദൈവമേ, തേർഡ് പാർട്ട് വേണ്ട, ഈശ്വരാ വിട്ടേക്ക് എന്ന് പറയാനുള്ളൂ ഇത് പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് വലിയ തിയേറ്റർ എക്സ്പീരിയൻസോ അങ്ങനെയൊന്നുമില്ല. എന്നാൽ ശരി, എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. പറ്റുമെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ആ പ്രൊഡ്യൂസർമാർ 2 പേർക്കും ഒരു ചാരിറ്റബിൾ നടത്താം കേട്ടോ. ബൈ.